ഹലോ ഗൈസ് അങ്ങനെ നമ്മളൊരു ഫ്രണ്ടിന്റെ മാരേജ് കൂടാനായിട്ട് നമ്മളൊരു വേറൊരു ഫ്രണ്ടും വൈഫും കൂടി വരുന്നു. നമ്മളവരെ പിക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. ഷുണ്ടോ അപ്പൊ ഗൈസ് നമ്മള് ഇവിടെ നിൽക്കുവാണ്. അറിയാം കുറച്ച് ഡിലേ ആയി, വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആയി. അപ്പോൾ എനിവേ നമ്മൾ വി ആർ ബാക്ക് ഓൺ ട്രാക്ക്. ഞാനും ഷുണ്ടും പിപ്പീട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞങ്ങളപ്പോൾ വ്ളോഗ് വീണ്ടും കട്ടൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കല്യാണം നാളെയാണ്. ആരുടെ കല്യാണം എന്നൊക്കെയുള്ളത് നാളെ കാണിച്ചു തരാം. ഇറ്റ്സ് ഒരു ഷാപ്പൈസ് ഒരു സ്പെഷ്യൽ വെഡിങ് ആണ്, ഒരു ഇൻറ്റിമേറ്റ് വെഡിങ് ആണ്. വില്ലത്തി വിളിക്കുന്ന കേസ് സൈഡിൽ ആ ട്രെയിനിൽ കൊണ്ടുവരുന്ന സകല ആളുകളും തീർന്നു. കുരുത്തക്കേട് അപ്പൊ അറിയാം യു ആണ് കുരുത്തക്കേടെന്ന്. തുറച്ചു നോക്കണം, നിന്നെ ചെറിയനാടാ കണ്ണി കുറിച്ചിട്ടു ഞാൻ. അവിടെ വലിയ പാടാണല്ലേ. സൈസ് എന്താ അമ്മച്ചി കേറ്. അമ്മച്ചി വണ്ടി കയറ്. സുപ്രിയ എത്രയില ഡമ്പൽ എടുത്തത്? വീട്ടിൽ നിന്നൊരു ജിം എടുത്തോണ്ട് ഇറങ്ങിയതവൻ. അളിയ എന്താണേ അത്? അതല്ലേ അത് വിട്. പാപ്പം കാണിക്കണ എന്നാ അവനെ പാപ്പം കാണിച്ച് മയക്കാൻ നോക്കണേ. ഇത് നോക്കേ, ഇതാരാ? അച്ഛന്റെ സ്വഭാവം തന്നെ. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് പരിപാടി നല്ലൊരു പോലെ. അതെ അതെ അതെ, ഇല്ലത്തെ ആയതിന്റെ പ്രശ്നമില്ല. ഇതൊക്കെ കണ്ടാലും കുഴപ്പമില്ല. എല്ലാത്തിലുണ്ട്. ഓ മേടിക്കണ്ട. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇപ്പൊ തന്നെ കാണാം ബാക്കിൽ ഒരാളെ, ഒരു സ്പെഷ്യൽ ഗസ്റ്റ്. ആൻഡ് കൂടെ പി പി ഉണ്ട്, ഷുണ്ടു ഉണ്ട്, പിന്നെ ഒരു മണ്ടനും ഉണ്ട്. ഇല്ലത്തെ എത്തിയിട്ടുണ്ട് നാട്ടില്. നമ്മൾ ഇന്നലെ ട്രെയിനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്തിട്ട് വന്നു. നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു സ്പെഷ്യൽ ഒരു ഫംഗ്ഷന് പോവാണ്. ഒരു ക്ലോസ് ഒരു മാരേജിന്. നമ്മുടെ സ്വന്തം ചങ്കുപടി, നിങ്ങൾ തമ്മിൽ കാണുന്ന അർജുൻ്റെ മാരേജിന് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന കുറച്ച് വിശേഷങ്ങൾ 2 ദിവസം ഇവിടെ വില്ലത്തി ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടി വ്ളോഗായിരിക്കും ഇത്. എൻ്റെ കുട്ടി വ്ളോഗ് എല്ലാം ചെറിയ വ്ളോഗുകളായതുകൊണ്ട് നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ ഓൺ ടു ദ വീഡിയോ. നമ്മള് കല്യാണത്തിന് ഇന്ന് കല്യാണം കഴിഞ്ഞാലെങ്കിലും എത്തുന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. നല്ല കിടുക്കം ബ്ലോക്ക് അല്ലേ? നല്ല ബ്ലോക്ക് ഉണ്ട്, കിടുക്കം ബ്ലോക്ക്. അനങ്ങാൻ പറ്റണില്ല. അല്ലയാ നീ ഓടിക്കണ? ഇല്ലല്ലേ, എനിക്ക് ഓടിക്കാറില്ലല്ലോ. അങ്ങനെ പറയലേ. നല്ല ബ്ലോക്ക്. 12 മണിക്ക് ആണ്, അല്ല 12:10 താലികെട്ട്. ഞങ്ങൾ ബ്ലോക്ക് ഇല്ലാതെ പോയാൽ 12:06 എത്തേണ്ടത്. ബ്ലോക്ക് വന്നോണ്ട് മിക്കവാറും ഊണൊക്കെ കഴിക്കുന്ന സമയം നമ്മളെ എത്തും. അല്ലെ, ഊണ് കഴിഞ്ഞാൽ വീടെത്തിപ്പോ. അവന്റെ വീടറിയോ? ലൊക്കേഷൻ അറിയോ? ഇല്ല. അപ്പൊ നമുക്ക് ഓഡിറ്റോറിയം കണ്ടിട്ട് വേണമെങ്കിൽ ആലപ്പുഴ ബീച്ചിൽ പോയി വേണമെങ്കിൽ ഫോട്ടോ വരാം. ഇതിൽ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, പ്രശ്നമില്ല. റോഡില്ല, ഇത് പിന്നെ എന്തിനാ? ഇത് തോടാണ്. റോഡ് കാണാൻ ഞാൻ ഒരു ഊടുവഴി എടുത്തതാ. ഒറ്റ ഒരുത്തൻ കാരണമാണ് എന്തൊരു ചെയ്യാനാ. ഫുഡ് കഴിക്കാൻ സമയത്താണ് ഇവിടെ എത്തുന്നത്. അവിടെ ആരും ആലപ്പുഴക്ക് പോകുമ്പോ വണ്ടി കഴുകിയിട്ട് പോകരുത്. ഈ റോഡിലെ വണ്ടി കഴുകിയിട്ട് പോവുകയെ ചെയ്തായിരിക്കും കേട്ടോ. നന്നായിട്ടുണ്ട്, താങ്ക് യു, നന്ദിയുണ്ട്. നമ്മളങ്ങനെ ഒരുവിധം നശിച്ച റോഡ് കംപ്ലീറ്റ് ആക്കി. വീപ്പാണ് വണ്ടി ഓടിക്കുന്നത്.
ഞാൻ ഓടിച്ചോണ്ടിരുന്ന സമയത്ത് 12:10 ഇപ്പൊ എത്ര കളിയാ? ഇപ്പൊ 11 ഇപ്പൊ കറക്റ്റ് നമ്മൾ സമയത്ത് എത്തുന്നു. ഏതാണ്ട് സമയം 11:50. സ്പീഡ് പേടിയില്ലെങ്കിൽ ഞാൻ ഈ ലോറി ഓവർടേക്ക് ചെയ്യും. നിങ്ങൾക്ക് സ്പീഡ് പേടിയുണ്ടോ ഗൈസ്? അപ്പൊ നമ്മളറിയില്ല. മാത്രമേ ഉള്ളായിരുന്നു ടെൻഷൻ. നീ ഓടിക്കുമ്പോ പ്രശ്നമില്ല. അതിന് ഓടിക്കുമ്പോ നമുക്ക് മനസ്സിലാവും. ഓരോരുത്തർ വണ്ടി ഓടിക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ. നീ എന്തിനാ അറിയണത്? അയ്യോ റോഡ് തീർന്നു. ഞാൻ ഓവർടേക്ക് ചെയ്തപ്പോഴത്തേക്ക് റോഡ് തീർന്നുപോയി. ഞാൻ ഓവർടേക്ക് ചെയ്ത ലോറി. നീ ആരോ അറിയാലോ ഓവർടേക്ക് ബേബി. ബേബി ഓവർടേക്ക് ലോറി ഫ്രണ്ടിൽ പോകുന്നത്. A few minutes later. Guys, ഞാൻ കറക്റ്റ് സമയത്ത് താലികെട്ടിന് 5 മിനിറ്റ് മുമ്പ് ഞാൻ പറത്തിയോടെ എത്തിച്ച്. 25 താലിയോടെ പറഞ്ഞിരുന്ന കല്യാണ കുറിയില് 12:19 ആയപ്പോ ഞാൻ സ്ഥലത്ത് നിച്ച് എത്തിയപ്പോഴത്തേ ഇല്ലെത്തി കേറി ഞാനൊക്കെ വേറൊരു പയ്യനും പെണ്ണോടെ നിക്കണത്. ഫോട്ടോ ഒരു സെക്കൻഡ് ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ, പുറത്ത് വെച്ചാൽ ഫോട്ടോ ഉണ്ട് ആൾക്കാരൊന്നും ഇടിച്ചു കുത്തി കേറാതിരിക്കാൻ വേണ്ടിട്ട് വേറെ ഫോട്ടോ കോമഡി അല്ല. എന്നിട്ട് അകത്ത് അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ വേറെ ആരൊക്കെ ബന്ധുക്കളാരൊക്കെ നിക്കണത്. എന്നിട്ട് കോമഡി എന്ന് വെച്ചാ എന്റെ അടുത്ത് അർജുൻ പറഞ്ഞതാണ് റമദയിലാണ് കല്യാണം, റിസപ്ഷന്റെ സ്ഥലം പ്ലാൻ ആക്കിയില്ല. എന്നോട് പറഞ്ഞാണെങ്കിൽ അങ്ങോട്ട് വിടാഞ്ഞേ. ഇന്നലെയും പറഞ്ഞില്ലേ ഇതിനാ കല്യാണക്കുറിക്കകത്ത് ഈ ലൊക്കേഷനാ വെച്ചേക്കുന്നേ. അതിലും നാളെ എഴുതിയിട്ടില്ലടാ. പണ്ട് ഈ കല്യാണം വായിക്കൂലടാ. ഞാൻ ആ മുകളിൽ മാത്രമേ വായിച്ചുള്ളൂ. ഞാൻ മൊത്തം ശ്രദ്ധിച്ചില്ലടാ. ശരിക്കും പറഞ്ഞ വീടിന്റെ തൊട്ടടുത്തുള്ള റമദ വരാനായിട്ട് നമ്മളിപ്പോ 2 മണിക്കൂർ വണ്ടി ഓടിച്ച് ഇനി ഇവിടുന്ന് 1 മണിക്കൂറുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് എന്തായാലും അവര് കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ പോവായിരിക്കും. ഞാൻ എന്നിട്ടും പറഞ്ഞു അവന്റെ വീട് ഇവിടെ അടുത്താണ്, വേണ്ട വീട്ടിൽ പോകണ്ട. അതെന്തിനാ? ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഇപ്പോഴും മറ്റേ വെഡിങ് ഫോട്ടോഗ്രാഫറുടെ മൈൻഡില. വെഡിങ് ഫോട്ടോഗ്രാഫർ വില്ലത്തിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ചെല്ലുന്നത് അർജുനെ താലി കെട്ട് ഒരു ഫോട്ടോ എടുക്കും, ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഞാന് എന്റെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് താലി കെട്ടുന്ന സമയത്ത് അവിടെ ചെല്ലുന്നു, ഫോട്ടോ എടുക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതൊക്കെ ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോ അവരിങ്ങനെ തിന്നോണ്ടിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അത് സത്യമില്ല. അല്ല 1 മണിക്കൂർ സമയം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഇറങ്ങും തോന്നില്ല. അയ്യോ അമ്മാവനൊക്കെ എടുത്ത് വട്ടം ചാടുന്നു. 1 മിനിറ്റ് നമുക്ക് പോകേണ്ട സ്ഥലം ഒന്നും നോക്കുന്നുണ്ടോ? ഇനി എവിടോട്ടെ വണ്ടി പിടിച്ചോണ്ട് പോകുന്നേ? അടുത്ത ലെഫ്റ്റ് എടുക്കേണ്ടി വരും തോന്നുന്നു. 4 ലെഫ്റ്റ് ആയിരുന്നു തോന്നുന്നു എടുക്കണ്ടേ. കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് എടുക്കാം കേട്ടോ. സാധാരണ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകുന്നതൊക്കെ പോകുന്ന ഒരു കല്യാണം മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോഴല്ലേ വ്ളോഗിന് ട്വിസ്റ്റ് വന്നത്. അതായത് എറണാകുളം നടക്കുന്ന കല്യാണത്തിൽ നമ്മൾ എറണാകുളത്ത് ആലപ്പുഴ വന്ന് ആലപ്പുഴ തിരിച്ച് വീണ്ടും 70 കിലോമീറ്റർ വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് അവനെ കാണുമോ എന്ന ചെല്ലുന്നു. പാസ് ചെയ്ത് പോകുന്നു. ഇങ്ങനെ സിനിമാസ് നമ്മളെത്തുമ്പോ കാറ് പാസ് ചെയ്ത് പോകുന്നു. നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നില്ല അവരെ. കാണാൻ അർജു പോലും അറിയുന്നത് അവന്റെ സുഹൃത്തുക്കൾ ഇത്ര എഫേർട്ട് എടുത്തു. എല്ലാരും അറിയണോ ഇത്? നിനക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടാണ് ഇത്. എന്റെ പൊന്നെ, അവരുടെ കല്യാണം വല്ലത് റിസപ്ഷൻ വല്ല തിരുവനന്തപുരത്തെങ്ങാനും മേലിൽ നീ മലയാള സാധനങ്ങൾ വായിക്കരുത്. ഞാൻ ഇതിനകത്ത് അഡ്രസ് വെച്ചിട്ടില്ല. കല്യാണം വേറെ ഒന്നും സംഭവിച്ചേ. കല്യാണക്കുറിയില് അവന്റെ കല്യാണ ഡേറ്റും പിന്നെ താഴെയാണ് അഡ്രസ് വെച്ചേക്കുന്നത്. കല്യാണക്കുറിക്കകത്ത് സംഭവിച്ച ഈ കല്യാണം ഒരു ഇന്റിമേറ്റ് വെഡിങ് ആണ്. അതായത് അർജുന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫാമിലിയും അവന് ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സും മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പം അതിൽ പെട്ട കുറച്ച് പേരായതുകൊണ്ട് എന്നെയും വില്ലത്തെയും കുറച്ച് പേരെ വിളിച്ചു അവൻ. അപ്പൊ എന്നെ വിളിച്ചപ്പോ അവൻ ഈ കല്യാണക്കുറി എനിക്ക് അയച്ചില്ല. മേ ബി കൺഫ്യൂഷൻ ആവണം വിചാരിച്ചായിരിക്കും. എന്നോട് പറഞ്ഞു വൈപ്പറെ 8-ാം തീയതി കല്യാണം, റമദ വെച്ചാണ് കല്യാണം, റിസപ്ഷൻ ബാക്കി യൂട്യൂബേഴ്സിലായിട്ടുള്ള റിസപ്ഷന്റെ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല, അത് ഞാൻ ആക്കിയിട്ട് വിളിച്ച് പറയാന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് വില്ലത്തി എന്ന് പറഞ്ഞു എനിക്ക് കല്യാണക്കുറി കഴിച്ചിട്ടുണ്ട് സംഭവം. അപ്പൊ ആ കല്യാണക്കുറിക്കകത്ത് അവര് കല്യാണത്തിന്റെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്,
നെക്സ്റ്റ് ദിവസം എവിടെ വെച്ചാണ് റിസപ്ഷൻ എന്നുള്ളത്, അതായത് വീടിന് അടുത്തുള്ള ഹാളിൽ റിസപ്ഷൻ ആയിരുന്നു ആടെ കൊടുത്തിരുന്നേ. പക്ഷെ വില്ലത്തി വായിക്കാതെ ഞാൻ കല്യാണത്തിന്റെ ഡേറ്റ് മുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മൾ താഴെ കല്യാണത്തിന്റെ എവിടെയാണ് നടക്കുന്നത് അതല്ലേ നോക്കുള്ളൂ. ഞാനാണ് ഫുള്ള് വായിച്ചത്. ഞാനത് മൊത്തം നോക്കിയില്ല. എന്നിട്ട് ഇന്നലെ PP പറഞ്ഞപ്പോഴത്തേക്ക് PP എന്റെ അടുത്ത് ഇങ്ങോട്ട് നിന്നെ സത്യത്തിൽ വിളിച്ചാണ് കല്യാണം. ഞാൻ ഇങ്ങനെ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ നിന്നെ സത്യത്തിൽ, കാരണം ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. PP ഞാൻ ഇതിനടുത്ത് നിന്നെ സത്യത്തിൽ കല്യാണം വിളിച്ചാണ്. സത്യം എനിക്ക് കാർഡ് അയച്ചു തന്നിട്ടില്ലായിരുന്നു. നമ്മള് രമതയിലെ പോത്തുള്ളായിരുന്നു. ഞാൻ ഇതിന് PP എടുത്തു. എടി സത്യമായിട്ട് അമ്മയുടെ തന്നെ കല്യാണം കള്ളം പറഞ്ഞല്ലേ. ഞാൻ സാധാരണ പണ്ട് കള്ളം കഴിക്കാൻ വേണമെങ്കിൽ പോണല്ല. സത്യമായിട്ട് നമ്മളെ കല്യാണം വിളിച്ച് എന്നെ നിന്നെല്ലാം ചെല്ലാൻ പ്രത്യേകം പറയുന്നുണ്ട് റമദേ. അപ്പൊ അന്ന് നിന്റെ അടുത്ത് ഈ ലൊക്കേഷൻ പറഞ്ഞ റമദേ എന്നല്ലേ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ വില്ലത്തിനപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, വില്ലത്തി ആ കല്യാണം അയച്ചാണ് അളിയാ, ഞാൻ അയച്ചു തരാം. എന്നിട്ട് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ബസ്സിലൊക്കെ പെരുകി ടൈറ്റ് ടീഷർട്ട് ഒക്കെ ഇറങ്ങിയതാ. എന്റെ ആളിയാ ചെല്ലുമ്പോ സത്യം പറയാം എനിക്ക് പ്രതീക്ഷയില്ല കാണാൻ പറ്റുമെന്ന്. ഉരുട്ടി വെച്ചാൽ ബസ്സിലിട്ട് തിന്നേണ്ടി ഒരു ഉരുട്ടി. എന്നിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് ആ കാറ് കണ്ട സ്ഥലത്ത് കേറ്റളി അകത്ത് ഇടിച്ച് കേറ്റളി ഉള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നത്. അവിടെ ആണെങ്കിൽ വേറെ വലിയ മുട്ട അത് കളി അതുകൂടെ എടുക്കണ്ടായിരുന്നു വീഡിയോ. അവിടെ ചെന്നപ്പോ ഗൈസ് ഒരു കല്യാണം അവിടെ കല്യാണം നടപ്പുണ്ട്. അവിടെ കല്യാണം നടക്കുവാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ വേറൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ ഇനി എന്തൊരു സംഭവം. അവര് പ്ലാൻ ആയിരിക്കാം വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടിട്ട് വേറെ രണ്ടുപേരെ ഫോട്ടോ വെച്ചിട്ട് കല്യാണം വന്ന് കാണിച്ചേക്കുമായിരിക്കും. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഇതുപോലത്തെ സെയിം ഞാൻ എന്റെ മനസ്സിൽ ഇതുപോലത്തെ വേറെ ഓഡിറ്റോറിയം വല്ലതും ആയിരിക്കുമോ എന്നാ വിചാരിച്ചു. എനിക്കപ്പോഴേ കത്തി വില്ലത്തി കല്യാണം കാണിച്ച വില്ലത്തി എന്തിനാ പറയും, എടാ നോക്കടാ നോക്ക് ഓഡിറ്റോറിയം എന്തോ ഗൗരി ഓഡിറ്റോറിയം വായിക്ക് നീ. ലൊക്കേഷൻ നോക്കിയാ കല്യാണം നമുക്ക് കാണാൻ പറ്റത്തില്ല സത്യം പറയാലോ. ലൊക്കേഷൻ തെറ്റിയതാണ്. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ അർജു വില്ലത്തേക്ക് ഒരു ഓടി അയച്ചിട്ടുണ്ട്. ആ ഓടി ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു. ഹലോ അമ്മക്കുട്ടി. സോ നവംബർ 8-ാം തീയതി കല്യാണമാണ്. അപ്പം റമദയിൽ വെച്ചാണ്, എറണാകുളം റമദയിൽ വെച്ചാണ് കല്യാണം 8-ാം തീയതി. അപ്പം ചെറിയൊരു പരിപാടിയാണ്, ക്ലോസ് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉള്ള ചെറിയൊരു 250 രൂപ പരിപാടി. അപ്പം വെന്നി ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്താണെങ്കിലും വരണം. ചേച്ചീനെ വിളിച്ച കേട്ടോ. അപ്പം രണ്ടുപേരും കൂടി എത്തുക. ഓക്കെ, സെറ്റ്. നിങ്ങളിപ്പോ കേട്ടില്ലേ ഓഡിയോയില് നല്ല വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെറുക്കൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് നോക്കി അത് കേട്ടടാ പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന പ്ലാൻ ഇട്ടില്ലേ, ആ സമയത്താണ് ഞാൻ ഇത് എടുത്ത് നോക്കുന്നത്. നിനക്ക് ഓടി അയച്ചിട്ട് പിന്നെ നീ എങ്ങനെയാ റമദ കേൾക്കാൻ ഇത് അയച്ചു തന്നിട്ടില്ലേ കല്യാണക്കുറി. അതാണ് എന്റെ മിസ്റ്റേക്കാണ്. എന്റെ മിസ്റ്റേക്കാണ് അത് ഞാൻ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റർടൈൻമെന്റ്. ഞാൻ ബുദ്ധിപരമായ ഒരു ഐഡിയ പറഞ്ഞു വില്ലത്തിയെടുത്ത്, അതായത് ആ കല്യാണക്കുറി എടുത്ത് അതിലുള്ള ഫോൺ നമ്പർ എടുത്ത് റമദേന്ന് അവർ എത്ര മണിക്ക് ഇറങ്ങുമെന്നൊന്ന് വിളിച്ചു ചോദിക്കാനായിട്ട്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ഞാൻ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാൻ പോവാണ്. എന്തായാലും വിളിക്കുകയാണ്. എനിക്ക് ആരാന്നറിയാം. ഫോൺ എടുക്കുന്നില്ലേ, മുഹൂർത്ത സമയവും തിരക്കൊക്കെ ആയതുകൊണ്ടൊക്കെ ആടാ എടുക്കാത്ത. ഫോൺ എടുക്കുന്നില്ല. അത് വിളിച്ചിട്ട് ഇനി അർജുനെ വിളിച്ചു നോക്കാം. അർജു താലി കെട്ടിക്കൊണ്ടിരിക്കും, ഫോൺ എടുക്കുമെന്ന് അറിയത്തില്ല, എടുക്കുന്നില്ല. രക്ഷയില്ല ഗൈസ്, എടുക്കുമെന്ന് തോന്നുന്നില്ല. എടാ നിനക്ക് എന്നെ 24 മണിക്കൂറും പുഞ്ഞം. ഇനിയെങ്കിലും ഞാൻ പറയുമ്പോ അത് കേക്കാൻ പറ്റും, മനസ്സിലായാ? പറയാറുള്ളേ. അപ്പൊ എങ്ങനെ കേൾക്കാനാണ് ഇത് സമ്മതിച്ച്? ഇത് എന്റെ മിസ്റ്റേക്കാണ് ഗൈസ്. തിരിച്ചിട്ട് പറയാ, ആ കല്യാണക്കുറി എനിക്ക് അയച്ചില്ലേലും കുഴപ്പമില്ലായിരുന്നു. ഈ അർജു കല്യാണം വിളിച്ചില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവർക്കെങ്കിലും പോയത് കല്യാണം കണ്ടേനെ ഗൈസ്. തിരിച്ചിട്ട് പറയാലോ. എന്തിനു ചെയ്യാനാ, മൈൻഡ് ഫുള്ള് പോയി കഴിച്ചു. ഇനി അവരെങ്കിലും ഇപ്പൊ എന്താ നമ്മുടെ മനസ്സിൽ വെച്ചാൽ അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് കാണണം, ചെറുക്കനെ കാണണം. അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ വിട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് എന്തിനളിയാ, ഞാൻ അവിടുന്ന് ഹൈദരാബാദിൽ വന്നളിയാ കല്യാണം കാണാൻ. ഞാൻ നീ ഇപ്പൊ കൊച്ചിന്ന് ഞാൻ ഇതിനെക്കാട്ട് നല്ല ഐഡിയ പറഞ്ഞാൽ അടുത്ത് ചെറുക്കന്റെ വീട്ടിന് അഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു. നേരെ വീട്ടിൽ പോയിരുന്നെങ്കിൽ അവര് പരിപാടി കഴിഞ്ഞ് വരുമ്പോ അവിടെ വെച്ച് കാണാമായിരുന്നു.
അത് ശരിയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ നേരെ 1 മണിക്കൂറിൽ അങ്ങോട്ട് പോകും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും. അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇനി അവരെ സത്യം പറഞ്ഞ ഇന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നല്ലോ. അപ്പൊ ഇത് കാണാൻ പറ്റും. ചെറുക്കന്റെ വീട്ടിലേക്കായിരിക്കും അവര് വരാന്ന് നമുക്ക് ചെറുക്കന്റെ വീട്ടിലേക്കായിരിക്കും വരിക. ചെറുക്കന്റെ വീട്ടിലോട്ടായിരിക്കുമല്ലോ കല്യാണം കഴിഞ്ഞ് പോകുന്നത്. നാളെ ഇവിടെ റിസപ്ഷൻ ഉണ്ട്. പെണ്ണിന്റെ എവിടെ? എറണാകുളത്ത്. നാളെ വരുവുള്ളെങ്കിൽ അവര് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇല്ല, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കയറണമെന്നാണ്. ബ്ലണ്ടർ അടിക്കരുത്, ബ്ലണ്ടർ അടിക്കരുത് പ്ലീസ്. പ്ലീസ് ദയവ് ചെയ്ത് ഇതിന്റെ ചേട്ടനെ സപ്പോർട്ട് ചെയ്തിരുന്നാൽ മതി. മനസ്സിലായോ? വലിയ ലൊക്കേഷൻ ടീംസ് അല്ലേ നിങ്ങൾ? ഞങ്ങൾ ഒരുപാട് തെറ്റൊക്കെ പറ്റും. ആർക്കാരും തെറ്റ് പറ്റും. ഇങ്ങനെയൊക്കെ പറ്റുമോ? ആളെ തെറ്റ് പറ്റും. വൈകിട്ട് 6 മണിക്ക് വല്ലതും കയറാനുള്ള സമയം. അവർക്ക് സത്യം ഇനിയിപ്പോ ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറുന്ന ടൈം കുറച്ച് ലേറ്റ് ആണെങ്കിൽ ഓക്കെയാണ്. ചിലപ്പം ഈ ചിലരുടെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ 3/4 മണിക്കൂറിനുള്ളിൽ വീട്ടിൽ കയറണം എന്നൊക്കെ. ചോറ് പോലും ഉണ്ണാണ്ട് എഴുന്നേറ്റ് പോകുന്നവരുണ്ട്. ഒന്നും പറയാകൂല, ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലെന്ന് വീട്ടിൽ അറിയാം. ഇനി മൊത്തം മൈക്കിൾ ഷൂമാക്കറുടെ കൈകളിൽ പുച്ഛ. എന്റെ ഡ്രൈവിങ്ങിനെ പുച്ഛല്ല നിനക്കൊക്കെ അല്ലേ? ഭാഗ്യം കൊണ്ടാണ്. കാരണം മൂത്തനുമ്പോ അവിടെ എത്തി. ഇല്ലായിരുന്നെങ്കിൽ പറഞ്ഞേനെ നീ താമസിച്ചു. ഇതിപ്പോ ലൊക്കേഷൻ അവിടെ ആയിട്ട് താലിയിട്ട് കാണാത്തില്ല. ഇവൻ പറഞ്ഞേനെ നിന്റെ വണ്ടി ഓടിപ്പ് കാരണം താലി കെട്ട് കാണാത്തില്ല. 1 മിനിറ്റ് നേരത്തെ വന്നെങ്കിൽ താലി കെട്ടൂടെ കാണാത്തേന്ന് പറഞ്ഞേനെ. പിന്നെ ഇപ്പൊ സ്പോട്ടടാ സ്പോട്ട്. നിനക്കെന്ന് പറഞ്ഞത് നിന്നെ കല്യാണം വിളിച്ചാടാ അതല്ലേ? അതിനെക്കാട്ടി വലിയ കോമഡി എന്താണെന്ന് അറിയാമോ? എനിക്ക് ഈ കല്യാണക്കുറി കയ്യിൽ തന്നില്ലേ, കയ്യില് എനിക്ക് അയച്ചു തന്നില്ലേ. ഇപ്പം വൈപ്പറിനെ ഫോണിൽ വിളിച്ചിട്ടാണ് പറഞ്ഞത്. എനിക്കത് കല്യാണക്കുറി തന്നിട്ടുണ്ട്. അപ്പം ആ കല്യാണക്കുറിയിലാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. അതായത് ഇപ്പൊ ഞങ്ങൾ പോയ ലൊക്കേഷൻ ഉള്ളത്. സോ രാത്രി ഉറക്കത്തിൽ വിളിച്ചെടുത്തിട്ട് സത്യം പറ, രാത്രി സത്യം പറ, നിന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? എനിക്ക് അവിടെ നാണം കിടാൻ പയ്യ. നിന്നെ വിളിച്ച സത്യം പറ. ഞാൻ വിചാരിച്ചു ഇനി റിസപ്ഷൻ മാത്രമേ ഉള്ളൂ ഇനി വിളിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ച്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആരും അറിയാത്തൊരു സത്യം പറയട്ടെ. ഞാൻ രാവിലെ ഇട്ടിട്ട് ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തു. സംശയം അടിച്ചിട്ട് കല്യാണം വിളിച്ചോന്ന് ചെക്ക് ചെയ്ത് നോക്കി. ചാറ്റ് എടുത്ത് നോക്കിയപ്പോ റമദയുടെ ലൊക്കേഷൻ അവിടെ അയച്ചിട്ടേക്കണ്. അപ്പൊ ഞാൻ റമദയുടെ ലൊക്കേഷൻ സംശയം, നിന്റെ സംശയമാണ്. എന്നിട്ട് ആലോചിക്കണേട്ടാ. എന്നിട്ട് അപ്പോഴും ഇല്ലത്തിയാണ് വിശ്വാസം. എന്നിട്ട് എന്താ പറയാ, ഞാൻ പറഞ്ഞു വിളിച്ചത് സത്യം ഇട്ടു, കള്ളം പറയണേ. ഞാൻ പറയാം എന്റെ കൊച്ചാണ് അമ്മത്തിനെ പറഞ്ഞത്. അപ്പൊ ഇവൻ കുഴഞ്ഞു പറഞ്ഞു. ഇവൻ പറഞ്ഞ് റമദ പറഞ്ഞ് കല്യാണമാണ്, പക്ഷെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയാം എനിക്ക് ഞാൻ നേരെ എന്റെ ബ്രെയിനിനൊക്കെ പഴിച്ചാൽ. ഞാൻ പറഞ്ഞു എന്റെ ഓർമ്മ കിട്ടാത്ത ഓർമ്മയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയാം എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറയാം എനിക്ക് ഓർമ്മ കിട്ടണില്ല. കല്യാണം എന്തോ എനിക്ക് എന്റെ ഓർമ്മ. എനിക്ക് ഓർമ്മ ഒരാളാണല്ലോ, വലിയ ഓർമ്മയുള്ള ആൾക്കാർ ലൊക്കേഷൻ എടുത്ത് തന്നല്ലോ. അതൊരു പ്രശ്നമില്ലല്ലോ. അത് കറക്റ്റ് ആയിട്ട് പെണ്ണ് കല്യാണം കാണാൻ പറ്റി. ഞാൻ മുട്ടം പ്ലാനൊക്കെ ആയിരുന്നു. ചെല്ലുന്നു കല്യാണ സമയത്ത് നിക്കറിനകത്ത് കൈയിട്ടിട്ട് പ്രിന്റർ എടുക്കുന്നു, പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ കേൾക്കേണ്ടത് എന്റെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. കേട്ടോ സുപ്രിയ അടുത്ത് പറയണ, സുപ്രിയ നീ ഈ ക്യാമറ കൊണ്ട് ഓടി വരണം. നീ ഈ ക്യാമറ കൊണ്ട് ഓടി വരണം. ഞാൻ ഈ ക്യാമറ കൊണ്ട് ഓടി വരും. പി കൊച്ചിന് എടുക്കുന്ന കൂടുതൽ ഈ പ്രിന്റർ നീ പിടിക്കണം. അപ്പൊ ഞാൻ പോയി ഈ ക്യാമറ ഫോട്ടോ എടുത്തിട്ട് ഈ കൈ നീട്ടുമ്പോ പ്രിന്റർ തന്നിട്ട് പ്രിന്റ് എടുത്ത് കൊടുക്കുന്നു. അപ്പൊ സ്പോട്ട് സാധനം. ഇതൊക്കെ കേൾക്കേണ്ടി ഏതെങ്കിലും അമ്മാവന്മാരെ എടുക്കുന്നതാണല്ലോ അവരൊക്കെ. ഞങ്ങളിപ്പോ പറയുകയും ചെയ്തു അവിടെ ചെല്ലുമ്പോഴത്തേന് അമ്മാവന്മാര് പ്രശ്നമായിരിക്കും, അതാണ് ഇതാണെന്നൊക്കെ പറയാൻ. ഇതൊക്കെ കാണുന്ന അർജുന്റെയും ഇല്ലേ അവസ്ഥ എന്തായിരിക്കും? അർജുൻ ഞാൻ അവിടുന്ന് ട്രെയിൻ വിളിച്ചിട്ട് കാണാൻ. ഇവിടെ ഒരാൾക്ക് അതൊന്നും അല്ല പ്രശ്നം. ഇവിടെ ഒരാൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയില്ലല്ലോ പ്രശ്നം. പിക്ക് വെൽക്കം ഡ്രിങ്ക് വേണം. ഇവിടെ വച്ചൊരു കല്യാണം കാണാൻ പറ്റാണ്ടിരിക്കുക. വെൽക്കം ഡ്രിങ്ക് അല്ല, ഗുഡ് ബൈ ഡ്രിങ്ക് ആയിരിക്കും അവിടെ. അച്ഛനേക്കാളും വലിയൊരു മണ്ടമാവനെ കാണുമല്ലോ. അവിടെ സന്തോഷം നോക്ക്. അച്ഛനെക്കാട്ടി വലിയൊരു മണ്ടനെ കണ്ടുള്ള നടക്കൾ ഇതാണ്. അച്ഛനെക്കാട്ടി ഭയങ്കര വലിയ മണ്ടൻ. പളിച്ച പോന്ന നോക്കിയ ഒന്നും മിണ്ടാൻ പറ്റാണ്ടിരിക്കുകയാണ്. അവസ്ഥയായി പോയി. അവനെ കടിക്കന്നെ കുറെ കണ്ടത്.
ഞാൻ ആലോചിക്കുകയാണ് ഞാൻ എവിടെയാണ് എനിക്ക് അവിടെ മിസ്റ്റേക്ക് ആയത്. ഈ കല്യാണക്കുറി അർജുൻ നീ ഈ കല്യാണക്കുറി അയച്ചില്ലായിരുന്നു, ഞാൻ അവിടെ സമയത്ത് എത്തിയേനാ. അർജുൻ നീ അവനെ കല്യാണം വിളിച്ചിരുന്ന ആ സമയത്ത് കല്യാണം എന്നെ വിളിച്ചില്ലായിരുന്നു, ഇവനെങ്കിലും വന്നേനെ കല്യാണം. സത്യം പറയാലോ, നമ്മുടെ പിന്നെ പോട്ടെ ഹൈദരാബാദ് അതാണ് എന്റെ പ്രശ്നം. അവനെ കാണിച്ച അവനെ മാത്രം കാണിച്ചാൽ മതി. അവനാണ് എനിക്ക് തേരാ ഇനി എന്നെയാണ് ഇനി ഈ വ്ലോഗ് എന്ന് പറഞ്ഞ കല്യാണം അല്ല എന്നെ. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, നിങ്ങൾ കഴിഞ്ഞ എന്റെ വ്ലോഗ് കണ്ടോണ്ടേ അറിയാം, ഞാൻ അതിനകത്ത് പിയുടെ ബർത്ത്ഡേ മറന്നതുപോലെ അഭിനയിക്കുന്നുണ്ട്. അതായത് ആ വീഡിയോക്ക് ഒരു കോണ്ടന്റിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ലൊക്കേഷൻ റമദയാണെന്നുള്ള വില്ലത്തേക്ക് എനിക്ക് നേരത്തെ അറിയായിരുന്നു. നമ്മൾ വ്ലോഗ് എന്റർടൈനിങ് ആക്കാൻ ഇവരെയൊക്കെ ഒന്ന് ചില്ലകരണ്ട് മനഃപൂർവ്വം ഇല്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ചില്ലടിക്കണത്. കിടിലം പ്ലാനിങ് ആയിരുന്നു. കാര്യം പറയട്ടെ, ഈ വാട്ടർ അതോറിറ്റി നമ്മൾ 1 മണിക്കൂർ മുമ്പേ അപ്പുറത്ത് കണ്ടായിരുന്നു. നമ്മൾ ഇതിന്റെ ചുറ്റും കിടന്ന് കറങ്ങാന്ന് തോന്നുന്നു. സത്യം കല്യാണമല്ല, ഉത്സവം. അന്നദാനം ഉണ്ടെന്ന് ഇവിടെ ജീവൻ പണയം വെച്ചാണ് വണ്ടി ഓടിക്കുന്നത്. ഇവര് വണ്ടി ഓടിക്കാൻ അതാരുടെ വീട്? ആദ്യം ഭർത്താവ് രാജ്യം തെറ്റിച്ച് സുപ്രിയ ഏതാ മുടുക്ക് വഴി ഇവിടെ കൊണ്ടുപോകും. ഞാൻ ഉള്ളത് എന്റെ ചന്തി റബ്ബറായി. 650 മീറ്ററുള്ളൂ നമ്മൾ എത്തി. അങ്ങനെ ഇനിയാണ് വീട് കട്ട് ചെയ്തത്. മൊമെന്റ് ഓഫ് ട്രൂത്ത് ഇനിയാണ്. അതായത് ഏത് നിമിഷം അർജുന് നമ്മൾ ചാച്ച കൊടുക്കുന്നത്. അർജുൻ പോയോ ഇല്ലയോ കൊടുത്തിട്ടായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. അതെനിക്കറിയാം. അർജുൻ പോയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അർജുൻ പോയി കാണും. സൈഡിലൊരു അപ്പൂപ്പൻ ഇരിക്കണ്ടേ? എന്റെ പൊന്നു ഇപ്പൊ അറിയാം. അതിനകത്ത് അർജുൻ ഉണ്ടോ? ഇല്ല, ക്യാമറാമാൻമാര്. കണ്ടിട്ട് തോന്നി എനിക്ക്. ചാറ്റ പോലും കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ചാറ്റ പോലും. അങ്ങനെ നമ്മള് പോയിട്ടില്ല. കല്യാണത്തിൻ്റെത് തീ പാറി വണ്ടി ഓടിക്കലായിരുന്നു. തീ പാറി. ഫൈനലി നമ്മളെത്തി. എല്ലാരും കഴിച്ച് പോവാറായി. ചെറുക്കവിടെ നിന്ന് അർജുൻ നീ അറിഞ്ഞ ഞങ്ങൾ ആലപ്പുഴ പോയിരുന്നു. ഞാൻ പറഞ്ഞു നാളത്തെ റിസപ്ഷൻ സ്ഥലത്ത്. നമ്മളങ്ങനെ ഫൈനലി നമ്മൾ ചെക്കനെ കണ്ടു, അർജുനെയും കൃഷ്ണനെയും കണ്ടു, കുറച്ച് സംസാരിച്ചു. ഗൈസ് അങ്ങനെ നമ്മൾ അർജുനെ കണ്ടു, വൈഫിനെ കണ്ട് സംസാരിച്ചു. ഞാനൊന്ന് വീഡിയോ എടുത്തില്ല, ആക്ച്വലി ഒരു ക്ലോസ് വെഡിങ് ആയതുകൊണ്ട്. ഇല്ലത്തി എടുത്തിട്ടുണ്ട്. ഇല്ലത്തി അല്ലേ, ഹാപ്പി ആയില്ലേ? അയ്യോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണത്തില്ലെന്ന് ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സത്യം പറയുകയാണെങ്കിൽ കല്യാണം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് വന്നത്. പക്ഷെ അത് ഇങ്ങനെ നമ്മൾ കണ്ടു, അതാണ് കാണാൻ പറ്റാ പോയിട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ഇപ്പോൾ. സാധാരണ സദ്യ ഓർമ്മിപ്പിക്കുന്ന പരിപ്പും നെയ്യും വിസ്മതി. ഞങ്ങൾ സദ്യ കഴിച്ചിട്ട് വരാൻ കഴിച്ചു. അപ്പോൾ അർജുൻ്റെ വെഡ്ഡിങ് സദ്യയിലേക്ക് കഴിച്ചു കഴിഞ്ഞു. വലുത് കഴിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ആ പൈസ ചോദിച്ചോ, ബോളിയും പൈസ മതി.
ഇത് ഞങ്ങൾ ട്രിവാൻഡ്രംകാരുടെ ഒരു വികാരമാണ്. താങ്ക് യു അർജു. A few minutes later. 20 വർഷത്തേക്കുള്ള ക്രിഞ്ച് അവിടെ ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞ അപർണ അർജുനായിരിക്കും കൊടുക്കും. എന്നെ കല്യാണം കഴിക്കാനല്ല ബോളി. അല്ല അപ്പൊ എന്തായാലും അർജുൻ ഒന്നുകൂടെ ഹാപ്പി മാരീഡ് ലൈഫ്. രണ്ടുപേർക്കും ഒരു കിടിലൻ ഒരു ലൈഫ് ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഫോട്ടോ ഒന്ന് പെട്ടെന്ന് തരണമെന്നാണ് അർജുൻ്റെ റിക്വസ്റ്റ്. ക്രിഞ്ചൊക്കെ മാറി അർജുൻ കേട്ടാ. കൊച്ചു കള്ള നീ ഉദ്ധാരണല്ലേ ഭൂപത്തിയപ്പോഴത്തേക്ക് മാറി. അർജുൻ എന്ത് ഫീൽ ചെയ്യുന്നു അത് പറ. നല്ല ഫീലാ. ഞാൻ കാര്യം വേണ്ട. കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫേഴ്സ് കൊണ്ട് കുറച്ച് കറക്കും. അല്ല ഇനിയിപ്പോ ഈ വരാൻ പോണ ട്രോളന്മാരോടൊന്നും പറയില്ലേ? മാത്രമല്ല ഞാൻ എനിക്ക് തരുള്ളൂ. അതെ അതെ ഏറ്റെടുക്കുക. ഹായ് അവനെന്താ ചോദിക്കണുണ്ടോ? ഇക്ഷിത് ഓ നൈസ് പേരാണല്ലോ. വലുതാകുമ്പോ ശരിയാകില്ല. ഈ ക്യാമറ കുഴപ്പമില്ല. അതൊരു 10 പേര് എന്നിട്ട് വേണം ചിരിക്ക് ഓട്. അത് അറിയാത്ത കുറെ പേര്. അപ്പൊ ശരി കുറെ റീൽസിന് ഇതായിട്ടില്ലേ ഇങ്ങനെ പകുതി വെച്ച് നിർത്തുക. അപ്പൊ ഇനിയിപ്പം എന്നാ ബാക്ക് ടു ഗെയിമിംഗ് ഒക്കെ? അതിന് നോക്കണ്ട. ഞാൻ വേറെ പരിപാടിയിലാണ്. ശരി ശരി ശരി. 15-ാം സസ്പെൻസ്. ഓക്കെ. പടംപിടിപ്പും കഴിഞ്ഞു, പെണ്ണെടുപ്പും കഴിഞ്ഞു. വില്ലത്തി അർജുന് ഗിഫ്റ്റായിട്ട് ഫോട്ടോ എടുത്ത് അപ്പം തന്നെ മുന്നോട്ട് അർജു ഫോട്ടോഷൂട്ടിലാണ്. നമുക്ക് ഒന്നുകൂടെ ബൈ പറഞ്ഞിട്ട് അങ്ങ് ചരിക്കാം. ഹാപ്പി മാരീഡ് ലൈഫ്. ബൈ ബൈ ബൈ. ഓടിക്കോ ഗൈസ്. അപ്പോ പരിപാടിയൊക്കെ തീർന്നു. പി കൊച്ചിനെ കൊണ്ട് പാലൊക്കെ വണ്ടി പോയി. പി കട്ടക്കലിപ്പിലായി. ഇവൻ പറഞ്ഞില്ല ഗൈസ്. അങ്ങനെ അർജുനോടും അപർണയോടും ബൈ പറഞ്ഞിറങ്ങി. ഷുണ്ടു ഭയങ്കര വാശിയും കരച്ചിട്ടുമായി വിശന്നിട്ട്. പി ആക്ച്വലി ഷുണ്ടുവിനെ കൊണ്ട് കാറിലോട്ട് പോയി. ടാറ്റ കൊടുക്ക്. ടാറ്റ. ഒരുപാട് ലേറ്റ് ആയി പോയി എങ്കിലും നമുക്കല്ലേ കാണാൻ പറ്റില്ല. അങ്ങനെ പറ. അങ്ങനെ അമ്മുക്കുട്ടി മാമന്റെ വലിയ മണ്ടത്തരം കാരണം നമ്മൾ ഒരുപാട് ലേറ്റായി ഇവിടെ എത്തിയെങ്കിലും നല്ലൊരു കിടുക്കനൊരു ടേൺ ആൻഡ് ട്വിസ്റ്റിംഗ് ഒരു ട്രിപ്പായിരുന്നു. ഒരു കല്യാണം വരുമായിരുന്നു. ഇനി മേലിൽ ഇമ്മാരുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കൂല. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു കുഞ്ഞു ബ്ലോഗായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കമൻറ്റ് ചെയ്യാൻ, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ അടിച്ചോ. ടാറ്റ ബൈ 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 ബൈ.